നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇത് സംബന്ധിച്ച് നിരവധി ചൂടുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ മത്സരിക്കാൻ ഒരു രൂപ പോലും കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞ PV അൻവറിനെ നമ്മൾ കണ്ടതാണ്. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ പല അവസരങ്ങളും നഷ്ടമാകുന്നു എന്ന തരത്തിൽ വരെ അൻവർ പറഞ്ഞതുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അൻവറിന്റെ ഉൾപ്പെടെ ആസ്തി വിവരം പുറത്തു വന്നത് പലവിധ വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. തൊഴിലാളികളാണ് അണികളായി തന്നോടൊപ്പം ഉള്ളതെന്നാണ് അൻവർ പറഞ്ഞിരുന്നത്. എന്നാൽ അൻവർ കള്ളത്തരം കാണിച്ചെന്ന പേരിൽ ഈ തൊഴിലാളികൾ വരെ നേതാവിനെതിരായി ഇപ്പോൾ സംസാരിക്കുന്നുണ്ടെന്നും വിവരമുണ്ട്. കൂടാതെ സോഷ്യൽ മീഡിയയിൽ അടക്കം അൻവറിന് പൊങ്കാലയാണ്. അതേസമയം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ PV അൻവറിന് ആകെ 52.21 കോടിയുടെ സ്വത്താണുള്ളത്. ബാധ്യത 20 കോടി ഉള്ളതായും നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. അൻവറിന് 18.14 കോടിയുടെ നിക്ഷേപമുണ്ട്. സ്ഥാവരാസ്തി 34.7 കോടിയാണ്. 2 ഭാര്യമാരുടെയും പേരിലും സ്വത്തുക്കളുണ്ട്. ആദ്യ ഭാര്യയുടെ പേരിൽ 8.78 കോടിയും രണ്ടാം ഭാര്യയുടെ പേരിൽ 3.5 കോടിയുടെയും സ്വത്തുക്കളാണ് ഉള്ളത്. 2 ഭാര്യമാരുടെയും പേരിൽ 10,000 രൂപ വീതമാണ് ഉള്ളത്. അൻവറിന്റെ കയ്യിൽ 25,000 രൂപയാണുള്ളത്. ഭാര്യമാരുടെ പേരിൽ 1.6 കോടി വില മതിക്കുന്ന 150 പവൻ സ്വർണ്ണാഭരണങ്ങളുമുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ 18.57 കോടിയായിരുന്നു അൻവറിന്റെ പേരിലുണ്ടായിരുന്ന ജംഗമ ആസ്തി. ബാധ്യത 16.94 കോടിയും. നിരവധി കേസുകളും അൻവറിന്റെ പേരിലുണ്ട്. മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലായിട്ടാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലമ്പൂർ DFO ഓഫീസ് ആക്രമണം, ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തൽ, ഔദ്യോഗിക രഹസ്യം മാധ്യമങ്ങൾക്ക് നൽകൽ, ആശുപത്രിയിൽ അതിക്രമം കാണിക്കൽ, പ്രകോപനപരമായ പ്രസംഗം, അപകീർത്തിപ്പെടുത്തുന്ന തുടങ്ങിയ കേസുകളും അൻവറിന്റെ പേരിലുള്ളതായി സത്യവാങ്മൂലത്തിൽ പറയുന്നു. അതേസമയം LDF സ്ഥാനാർത്ഥി M സ്വരാജിന് ആകെയുടെ സ്വത്ത് 63.9 ലക്ഷം രൂപയാണ്. 20 ലക്ഷം രൂപയാണ് ബാധ്യത. ഭാര്യയ്ക്ക് 94.91 ലക്ഷം രൂപയുടെ സ്വത്തുക്കളുണ്ട്. 25.47 ലക്ഷം രൂപയാണ് ബാധ്യത. കൈവശമുള്ളത് 550 രൂപയും. സ്വർണമായി 25 പവനുണ്ട്. സ്വരാജിന്റെ പേരിൽ വാഹനമില്ല. എന്നാൽ ഭാര്യയുടെ പേരിൽ 2 വാഹനങ്ങളുണ്ട്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ ആസ്തി 8 കോടിയോളം രൂപയാണ്. ബാധ്യത 72 ലക്ഷവും. ജംഗമ ആസ്തി 83 ലക്ഷം രൂപയാണ്. സ്ഥാവര വസ്തുക്കളുടെ ആകെ മൂല്യം 4 കോടിയാണ്. 800 ഗ്രാം സ്വർണവുമുണ്ട്. അതേസമയം PV അൻവറിന്റെ രാജിയോടെയാണ് മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. LDF വിട്ട് UDFന്റെ ഭാഗമാകുമെന്നും നിലമ്പൂരിലെ UDF വിജയം ഉറപ്പാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ സീറ്റായ തിരുവമ്പാടി വിലപേശി പിടിക്കാമെന്നും ഒക്കെയായിരുന്നു അൻവറിന്റെ കണക്കുകൂട്ടൽ. നിലമ്പൂരിൽ മത്സരിപ്പിക്കാൻ DCC അധ്യക്ഷൻ VS ജോയിയെയും അൻവർ നിർദ്ദേശിച്ചു. എന്നാൽ അൻവറിന്റെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ച് തന്റെ മുൻ എതിരാളിയായ ആര്യാടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയാക്കി. ഇതിന്റെ പേരിൽ അൻവർ UDF നേതൃത്വത്തോട് കലഹിച്ചതോടെ മുന്നണിയുടെ വാതിലും അൻവറിന് മുന്നിൽ അടയ്ക്കപ്പെട്ടു. ഇതോടെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വീണ്ടും നിലമ്പൂരിൽ ഒരു അംഗത്തിന് കൂടി അൻവർ ഇറങ്ങി. മറുവശത്ത് LDF ആകട്ടെ സ്വതന്ത്രനെ തേടി പോകാതെ പാർട്ടിയിലെ കരുത്തനായ M സ്വരാജിനെ തന്നെ ഇറക്കി മത്സരം കടുപ്പിച്ചു. വാശിയും ശക്തവുമായ പോരാട്ടത്തിനാണ് ഇപ്പോൾ നിലമ്പൂർ വേദിയായിരിക്കുന്നത്. 3 സ്ഥാനാർത്ഥികളും ഒരുപോലെ വിജയം അവകാശപ്പെടുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2700 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു മണ്ഡലത്തിൽ അൻവർ വിജയിച്ചത്. എന്നാൽ ഈ പ്രാവശ്യം വിജയം ആർക്കൊപ്പമാണെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.